അക്കാദമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബോട്ടണിയിലത്തെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനേ വരുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം കുറെ പോർഷൻസ് ഈ കൊല്ലം ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നോക്കിയടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് വീനിയേഷൻ? നമുക്ക് ആകെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ടേംസ് ആണ്. ആ ടേംസ് പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക, കഴിഞ്ഞു. ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അല്ലാതെ കുറെ ഇൻഡെപ്ത് പഠിക്കാനോ കുറെ ഡെഫിനിഷൻ പഠിക്കാനോ ഒന്നും എന്തിലില്ല, ഈ ചാപ്റ്ററിലില്ല. കുറെ ടേംസ് പഠിക്കാനുണ്ട്. ടേംസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഒന്നാമത്തെ ടേം ആണെന്ത്? വീനിയേഷൻ. എന്താണ് വീനിയേഷൻ? എന്താണ് വീനിയേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ, നോക്കിയേ, ഇതൊരു ലീഫാണെങ്കിൽ ലീഫിലെ വെയിൻസിന്റെയും വെയിൻലെറ്റ്സിന്റെയും അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? വീനിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് വെയിൻസ് എന്നൊക്കെ പറഞ്ഞാലേ, ഇവിടെ നമ്മൾ ഈ ലീഫിൽ കുറെ മരങ്ങൾ പോലെ സാധനങ്ങൾ കാണില്ലേ, ഇതിനെയാണ് എന്ത് പറയാ? വെയിൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വെയിൻസില് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ആദ്യം വീനിയേഷൻ ഡെഫിനിഷൻ നോക്കിയേ. അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ ലാമിന ഓഫ് ലീഫ്. ലാമിന എന്ന് പറഞ്ഞാൽ ലീഫിന്റെ ഈ ഭാഗം ഉണ്ടാവില്ല, ഇതിനെയാണെന്ന് പറയാ ലാമിന എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാല് രണ്ട് തരത്തിലുണ്ട്. നോക്കിയേ, പാരലലും ഉണ്ട്, റെറ്റിക്കുലേറ്റും ഉണ്ട്. എന്തൊക്കെയുണ്ട്? റെറ്റിക്കുലേറ്റും പാരലലും. റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞത് ചെമ്പരത്തിയുടെ ലീഫിൽ കാണുന്നതാണ് എന്ത്? റെറ്റിക്കുലേറ്റ്. പാരലൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നെറ്റ്വർക്ക് ഒന്നും ഫോം ചെയ്യാതെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റേ സ്ഥലത്ത് പോയി അവസാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പാരലൽ വീനിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് വീനിയേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് വെയിൻ ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ ലാമിന, അതാണ് വീനിയേഷൻ. രണ്ട് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റെറ്റിക്കുലേറ്റും പാരലലും. ഓക്കെ, ഇനി റെറ്റിക്കുലേറ്റ് എവിടെ കാണാം? ഡൈക്കോട്സിലാണ് റെറ്റിക്കുലേറ്റ് കാണാം. പാരലൽ എവിടെ കാണാം? മോണോകോട്സിലാണ് പാരലൽ കാണാം. ഇനി നെക്സ്റ്റ്. Okay, write any two peculiarities of racemose inflorescence. മിസ് ഇവിടെ റെസിമോസും സൈമോസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ റെസിമോസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ മിസ് റെസിമോസും സൈമോസും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാല്? ഓക്കെ, അതായത് ഫ്ലോറൽ ആക്സിസ്. ഇപ്പൊ ഇതൊരു ഫ്ലോറൽ ആക്സിസ് ആണെങ്കിൽ നോക്കിയടാ, ഇതൊരു ഫ്ലോറൽ ആക്സിസ് ആണെങ്കിൽ ഇതില് ഫ്ലവേഴ്സ് ഇരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഇൻഫ്ലോറസെൻസ് എന്ന്. ഇത് നമ്മൾ വീനിയേഷൻ പഠിച്ച പോലെ തന്നെ അടുത്ത ടേം ആണ് എന്ത്? ഇൻഫ്ലോറസെൻസ്. നോക്കിയടാ, നോക്കിയേ, ഒന്നാമത്തെ ടേം വീനിയേഷൻ, രണ്ടാമത്തെ ടേം എന്താ? ഇൻഫ്ലോറസെൻസ്. എന്താണ്? ഇൻഫ്ലോറസെൻസ്. അങ്ങനെ തന്നെ പഠിച്ചു പോട്ടോ. ആദ്യം നമ്മൾ വീനിയേഷൻ പഠിച്ചു. വീനിയേഷൻ രണ്ട് തരത്തിലുണ്ട്. രണ്ടാമത് നമ്മൾ ഇൻഫ്ലോറസെൻസ് പഠിച്ചു. ഇൻഫ്ലോറസെൻസ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് ഇൻഫ്ലോറസെൻസ് രണ്ട് തരത്തിലുള്ളത്? നോക്കിയേ, ഒന്നാമത്താണ് റെസിമോസ്, രണ്ടാമത്തത് സൈമോസ്. എന്താണ് റെസിമോസ് എന്ന് പറഞ്ഞാൽ? പിക്ചർ നോക്കിയേ. റെസിമോസില് പിക്ചർ നോക്കിയ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. റെസിമോസില് വലിയ ഫ്ലവർ അടിയിലും ചെറിയ ഫ്ലവർ മേലെ ആയിരിക്കും. വലിയ ഫ്ലവർ അടിയിലും ചെറിയ ഫ്ലവർ മേലെ. എന്നിട്ട് ഇവരുടെ ആക്സിസ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ടു ഗ്രോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണിക്കൊന്നില്ലേ, കണിക്കൊന്ന നമ്മൾ വീട്ടിലുണ്ടാവുന്ന കണിക്കൊന്ന ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഏറ്റവും അടിഭാഗത്ത് വലിയ വലിയ ഫ്ലവർ ഉണ്ടാകും, മേലോട്ട് പോകുന്ന ഒരു ഫ്ലവർ ചെറുതായി വരുന്നുണ്ടാവും. പിന്നെ അവരുടെ ആക്സിസ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടാവും. ഇതാണ് എന്തെന്ന് പറയുന്നത്? റെസിമോസ് എന്ന് പറയുന്നത്. നോക്കിയടാ, ഒന്നാമത്തെ പോയിന്റ്, മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. കണിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആക്സിസ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഈ രണ്ടാമത്തെ എന്താണ്? ദ ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി ഇൻ ആൻ അക്രോപെറ്റൽ. എന്താണ് അക്രോപെറ്റൽ എന്ന് പറയുന്നത്? എക്സാമിന് എന്റെ മക്കൾക്ക് അക്രോപെറ്റൽ എന്നൊരു വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്ന് ഓർത്താൽ മതി. നോക്കിയേ, ലാർജ് ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ലോവർ സൈഡ്, younger flowers are seen in upper side. ചെറിയ ഫ്ലവറുകൾ ഏറ്റവും മുകളിലും വലിയ ഫ്ലവറുകൾ ഏറ്റവും താഴെയും കാണുന്ന അറേഞ്ച്മെന്റിനെ സയന്റിഫിക്കലി പറയുന്ന പേരാണ് എന്ത്? അക്രോപെറ്റൽ. എന്താ പറയാ?
acropetal. ഓക്കെ, എങ്ങനെയാണ്? വലിയ ഫ്ലവർ ബേസിലും, ലോവർ നീട്ടില്ലെങ്കിൽ ബേസിൽ കാണാൻ പറ്റും. യങ് ഫ്ലവർ, ചെറിയ ചെറിയ ഫ്ലവറുകള് ആക്സിസ് അല്ലെങ്കിൽ അപ്പർ പൊസിഷനിൽ കാണുന്നതിന് പറയുന്ന പേരാണ് എന്ത്? acropetal. ഇനി മിസ് പറഞ്ഞു രണ്ടെണ്ണം ഉണ്ട്. ഇതാണ് രണ്ടാമത്താണ് സൈമോസ്. ഇവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിന് എക്സാമ്പിൾ പറയാം, മുല്ലപ്പൂ, ജാസ്മിൻ. ജാസ്മിൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നടുക്ക് വലിയ ഫ്ലവർ ഉണ്ടാകും, രണ്ട് സൈഡിൽ അതിന്റെ മുട്ടായിരിക്കും ഉണ്ടാവും. ഇവരുടെ ആക്സിസ് ഒരിക്കലും കണ്ടിന്യൂസ് ചെയ്യില്ല. ഇവരുടെ ആക്സിസ് എന്താ ചെയ്യാ? ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ. ആക്സിസ് നേരെ പോയിട്ട് ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് സൈഡിലും ചെറിയ ചെറിയ എന്തുണ്ടാകും? യങ് ഫ്ലവറുകൾ ഉണ്ടാകും. ഇനി ബേസ് പൊസിഷനിൽ യങ്ങും ആക്സിസ് പൊസിഷനിൽ ഓൾഡ് ഫ്ലവർ, അതായത് വലിയ ഫ്ലവറും കാണുന്ന അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ബെസിപെറ്റൽ ഓർഡർ. മറ്റേത് അക്രോപെറ്റൽ ആണെങ്കിൽ ഇവിടെ ഉള്ളത് ഏതാണ്? ബെസിപെറ്റൽ. BC എന്ന് ഓർത്താൽ മതി. ബെസിപെറ്റൽ ഇൻ സൈമോസ്. ഒന്നിന് പറഞ്ഞാ ബെസിപെറ്റൽ സൈമോസില്, അക്രോപെറ്റൽ റെസിമോസില്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇൻഫ്ലോറസെൻസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഫില്ലോടാക്സി? മൂന്നാമത്തെ ടേം. ഒന്നാമത് നമ്മൾ എന്താ പഠിച്ചത്? വീനിയേഷൻ പഠിച്ചു, ഇൻഫ്ലോറസെൻസ് പഠിച്ചു. ഇനി എന്താണ്? ഫില്ലോടാക്സി ആണ് പഠിക്കാൻ പോകുന്നത്. എന്താ ഫില്ലോടാക്സി? വീനിയേഷൻ എന്ന് പറഞ്ഞാല് ലീഫില് വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആണ്. അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം. പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നോക്കിയേ, മിസ് വരച്ചിന് കോറാക്കുള്ളൂ. നോക്കിയേ, ഇതൊരു സ്റ്റെം ആണെങ്കിൽ ഈ സ്റ്റെമ്മില് ലീഫിനെ അറേഞ്ച് ചെയ്യുന്ന പാറ്റേണിനെ പറയുന്ന പേരാണ് എന്ത്? ഫില്ലോടാക്സി. നമ്മൾ നേച്ചറിലോട്ട് നല്ല സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് എല്ലാ സ്റ്റെമ്മിലും ലീഫ് ഉണ്ട്, പക്ഷെ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വേറെ വേറെ രീതിയിലാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ ബോട്ടണി അങ്ങനെയാണോ? ബോട്ടണി നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിനെ പറ്റിയാ പഠിക്കാം. ഓക്കെ, പ്ലാന്റ്സിന്റെ പ്രത്യേകതകളാണ് ഈ മോർഫോളജിയിൽ നോക്കുന്നത്. നിങ്ങൾക്കറിയാം സ്റ്റെമ്മിൽ ലീഫ് ഉണ്ടാവും, പക്ഷെ ലീഫിന്റെ അറേഞ്ച്മെന്റിനെയാണ് എന്ന് പറയാ ഫില്ലോടാക്സി. 3 ടൈപ്സ് അറേഞ്ച്മെന്റ് ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. എന്നാലും മിസ് ഇവിടെ ആദ്യം പിക്ചർ വെച്ചിട്ടുണ്ട്. നോഡ് എന്താന്ന് എന്റെ മക്കൾക്ക് അറിയോ? ഒരു സ്റ്റെമ്മില് എവിടെ നിന്നാണോ ലീഫ് വരുന്നത് ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് എന്ത്? നോഡ്. ഇതൊരു സ്റ്റെം ആണെന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്നാണ് ലീഫ് വരുന്നതെങ്കിൽ ഈ ഭാഗത്തിനെ പറയുന്ന പേരാണ് എന്ത്? നോഡ്. ഇപ്പൊ അതിനെ പറയുന്ന പേരാണ് നോഡ് എന്ന് പറയും. ഓക്കെ, നോക്കിയാൽ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം. സ്റ്റെമ്മില് ലീഫിനെ അറേഞ്ച് ചെയ്യുന്ന പാറ്റേണിനെ പറയുന്ന പേരാണ് എന്ത്? ഫില്ലോടാക്സി. 3 ഫില്ലോടാക്സി ഉണ്ട്. ഏതൊക്കെയാണ്? ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വോൾഡ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട് കേട്ടോ. മിസ് എന്നാൽ പിക്ചർ വെച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇൻഫ്ലോറസെൻസ്? നമ്മൾ നേരത്തെ റെസിമോസും സൈമോസും പഠിച്ചപ്പോ മിസ് പറഞ്ഞു ഇൻഫ്ലോറസെൻസ് എന്താണ്. എന്താണ് ഇൻഫ്ലോറസെൻസ്? വായിച്ചു നോക്കിയേ മക്കളെ. അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവർ ഓൺ ഫ്ലോറൽ ആക്സിസ്. സ്റ്റെമ്മില് ലീഫ് അറേഞ്ച് ചെയ്യുന്നതിനെ ഫില്ലോടാക്സി എന്ന് വിളിച്ചു. അതേ സ്റ്റെമ്മില് ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഫ്ലോറസെൻസ്. ഇൻഫ്ലോറസെൻസിന് എക്സാമ്പിൾ ആണ് എന്ത്? റെസിമോസും സൈമോസും. ഓക്കെ, ഫില്ലോടാക്സിക് എക്സാമ്പിൾ ആണ് ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വോൾഡ്. ഇങ്ങനെ വേണം ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതെന്റെ കുട്ടികൾക്ക് പരിചയമുണ്ടോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഫാമിലിന്ന് ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം വരാനായിട്ട് നല്ല സാധ്യത കാണുന്നുണ്ട്. ഇനി നോക്കിയടാ, ഈ ഒരു പിക്ചർ വന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ദ ഫാമിലി എന്ന് പറയും. നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ആകെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരൊറ്റ ഫാമിലി പഠിക്കാനുണ്ട്. അത് ഏത് ഫാമിലിയാണ്? സോളനേസിയെ. ഏതാണ് മക്കളെ? സോളനേസിയെ. അപ്പൊ പിക്ചർ വന്നിട്ട് പിക്ചർ തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും മിസ് എന്ന് ചോദിക്കരുത്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫാമിലിയെ പഠിക്കാനുള്ളൂ. പിക്ചർ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഒരൊറ്റ ഫാമിലി നിങ്ങൾക്കുള്ളൂ. ഏതാണ്? ഫാമിലി സോളനേസിയെ. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എനി 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ പിക്ചർ നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫാമിലി പഠിക്കാനുള്ളത് കൊണ്ട് നമുക്കത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകും. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, കുറെ ഫാമിലി പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ ഫാമിലിയുടെ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിക്ചർ വെച്ച് പഠിച്ചു പോകും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാരണം ആഘോരണം മാത്രമേ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ് ഈ ഫാമിലിയുടെ പ്രത്യേകത നോക്കിയാടാ? ഇവർക്ക് 5 സെപ്പലാണുള്ളത്. നോക്കിയാടാ, 5 സെപ്പൽ ഉണ്ട്. അതെല്ലാം എന്താണ്? ഫ്യൂസ്ഡ് ആണ്. സെപ്പലും പെറ്റലും ശ്രദ്ധിക്കണം കേട്ടോ. സെപ്പല് 5 എണ്ണം,
പെറ്റലും 5 എണ്ണം. ഇവരെല്ലാരും എന്താണ്? ഫ്യൂസ്ഡ് ആണ്. ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ ഗാമോസെപ്പാലസ്, ഗാമോ പെറ്റാലസ്. ഇതിനൊരു ഫ്ലോറൽ ഫോർമുല ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട് എന്റെ മക്കൾക്ക്? ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ നിങ്ങൾ സെന്റൻസ് ആക്കി പഠിക്കുന്നതിനേക്കാളും ബെറ്റർ എന്താണ്? ആ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലിയുടെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുള്ളത് സെപ്പൽ 5 എണ്ണം ഉണ്ട്. മിസ് ഇവിടെ എഴുതരാം. നോക്ക്, സെപ്പല് 5 എണ്ണം ഉണ്ട്. പെറ്റലും അതേപോലെ തന്നെ എന്തുണ്ട്? 5 എണ്ണം ഉണ്ട്. ഇനി സ്റ്റെയ്മൻ, സ്റ്റെയ്മൻ എത്ര എണ്ണം തന്നെ ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഇനി ബൈകാർപ്പിലറി മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി പ്ലാസന്റേഷനും ഓവ്യൂൾസും സെപ്റ്റോം നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. ഫ്ലോറൽ ഫോർമുല നോക്കിയിട്ട് പറയാൻ പറ്റില്ല. ഫ്ലോറൽ ഫോർമുല നോക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സെപ്പല്, പെറ്റല്, സ്റ്റെയ്മന്റെ ആണ്. ഇനി മിസ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കിയടാ, അവര് ബൈകാർപ്പിലറി ആണ്. 2 കാർപ്പൽ ഉണ്ട്. സിങ്കാർപ്പസ് ആണ്. സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാർപ്പസ് ആണ്. ഓവറി ഇമ്പോർട്ടന്റ് ആണ്. ഓവറി സുപ്പീരിയർ ആണ്. ഓവറി എങ്ങനെയാണ്? സോളനേസിയ ഫാമിലി പെട്ടവരുടെ ഓവറി സുപ്പീരിയർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 5 സെപ്പൽ ഉണ്ട്, അവര് ഫ്യൂസ്ഡ് ആണ്. 5 പെറ്റൽ ഉണ്ട്, അവര് ഫ്യൂസ്ഡ് ആണ്. സ്റ്റെയ്മൻ 5 എണ്ണം ഉണ്ട്. ഇത് എഴുതിയാലും ആൻസർ ആയി. ഓക്കെ, എന്ത് ഫീച്ചേഴ്സ് വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി based on the symmetry, flower can be classified into 3 types. Name and explain them. സിമിട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുവോളജിയിൽ ഇതേ സാധനം പഠിക്കുന്നുണ്ട് ആനിമൽ കിങ്ഡത്തിൽ. ഓക്കെ, നിങ്ങൾ ബൈലാറ്ററൽ സിമിട്രി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ല? ബൈലാറ്ററൽ സിമിട്രി, അസിമിട്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെയിം സാധനമാണ് എന്ത് ഇവിടെ സിമിട്രി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഫ്ലവറിനെ സിമിട്രിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്, അസിമിട്രിക്. നോക്കി, എന്താണ് ആദ്യത്തെ ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാല്? ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ പാർട്സ്. 2 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇൻ എനി റേഡിയൈ, ഏത് റേഡിയസിലൂടെ മുറിച്ചാലും, ഇപ്പൊ നോക്കിയേ സർക്കിൾ ആണ്, മിസ്സിന്റെ സർക്കിൾ ആണെന്ന് നോക്കണം കേട്ടാ. ഈ റേഡിയസിലൂടെ മുറിച്ചാലും ഈ റേഡിയസിലൂടെ ആയാലും ഏത് റേഡിയസിലൂടെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്തിന് എക്സാമ്പിൾ ആണ്? ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ. അപ്പൊ എന്തായിരിക്കും സൈഗോമോർഫിക്? നമ്മളൊക്കെ സൈഗോമോർഫിക്കാ. എന്താണ് സൈഗോമോർഫിക് എന്ന് പറഞ്ഞ മക്കളെ? സൈഗോമോർഫിക്, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 സിമിലർ ഹാഫ്സ് ഓൺലി ഇൻ പർട്ടിക്കുലർ പ്ലെയിൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഒന്നെങ്കിൽ ഇതിപ്പോ ഈക്വൽ ഹാഫ്സ് ആവും. അതായത് ഒന്നും വേണ്ട, നമുക്ക് ഹ്യൂമൻ ബീങ്ങിനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചാൽ ഈക്വൽ ഹാഫ്സ് കിട്ടോ? ഇല്ല. എങ്ങനെ മുറിച്ചാൽ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ? നമ്മുടെ നടുക്കുന്ന് മുറിച്ചാൽ എന്ത് കിട്ടുള്ളൂ? ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. അങ്ങനെയുണ്ട് ചില ഫ്ലവേഴ്സ്. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സൈഗോമോർഫിക്. ഏത് പ്ലെയിനിലൂടെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടുന്നവരെ വിളിക്കുന്ന പേരാണെന്ത്? ആക്ടിനോമോർഫിക്. ഇനി ഏത് പ്ലെയിനിലൂടെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടാത്തവരെ വിളിക്കുന്ന പേരാണെന്ത്? അസിമെട്രിക്. എന്താ മക്കളെ? അസിമെട്രിക്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കിയടാ, ഇത് മിസ് നോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇതിന്റെ എക്സാമ്പിൾസ് മിസ് എക്സാമ്പിൾസ് കാണാൻ വേണ്ടി മാത്രം വെച്ചതാണ്. ഡിസ്ക്രിപ്ഷൻ ഒക്കെ എന്റെ മക്കൾ അത് പഠിച്ചാൽ മതി. എക്സാമ്പിൾസ് നോക്കിയടാ, ആക്ടിനോമോർഫിൻ എക്സാമ്പിൾ എന്തൊക്കെ പഠിക്കണം? മസ്റ്റാർഡ്, ഡാറ്റുറേ, അതേപോലെ തന്നെ ചില്ലി. ഇനി സൈഗോമോർഫിൻ എക്സാമ്പിൾ സിമ്പിൾ ആണ്. പീ, ബീൻ. പിയും ബീനും പഠിക്കുക, അല്ലെങ്കിൽ എന്താ പഠിക്കുക? ഗുൽമോഹർ. ഇനി അസിമെട്രിയുടെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അസിമെട്രിയുടെ എക്സാമ്പിൾ ആണ് എന്ത്? കാന. എന്താണ്? കാന. പഠിക്കണേട്ടാ. എക്സാമ്പിൾ ചിലപ്പോ ചോദിക്കും. മിസ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ മെയിൻ ആയിട്ട് വെച്ചത്. എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇതെന്റെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 വേർഡ് ചോദിക്കാറുണ്ട്. നമുക്ക് എക്സാമിന് ഓരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡ് പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ നിറച്ച് മാർക്ക് പോകും. കാരണം ഈ 1 വേർഡിൽ ചില സമയത്ത് പ്രത്യേകത ഉണ്ട്, എല്ലാം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും വിട്ടിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. 1 മാർക്ക് കണ്ട ഈ ഒരൊറ്റ സാധനം ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ 1 മാർക്ക് സിമ്പിൾ ആയിട്ട് പോയി. അറിയുമെങ്കിൽ 1 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ശ്രദ്ധിച്ചേടാ. വാട്ട് ഈസ് ദ ടെക്നിക്കൽ നെയിം ഓഫ് fruit developed from monocarpillary superior ovary? എന്തൊക്കെയാണ് ഡിമാൻഡ്? മോണോകാർപ്പിലറി ആയിരിക്കണം, ഓവറി സുപ്പീരിയർ ആയിരിക്കണം. ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടുകളെ വിളിക്കുന്ന പേരെന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആകെ ഫ്രൂട്ട് അറിയാം, ഫ്രൂട്ട്. പക്ഷെ ഫ്രൂട്ടുകൾക്കും പല വെറൈറ്റീസ് ഓഫ് പേരുകളുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് മാത്രം നമ്മൾ ബോർഡ് എക്സാമിൽ പഠിച്ചാൽ മതി? ആ ഒരൊറ്റ കണ്ടീഷൻ പഠിച്ചാൽ മതി. മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രൂപ്പ്. എന്താ മക്കളെ വിളിക്കാം? ഡ്രൂപ്പ്. ഓക്കെ, മറക്കരുത്, ഓർത്തോളോട്ടാ, ഇമ്പോർട്ടന്റ്. ഇനി നെക്സ്റ്റ്, റൈറ്റ് ദ നെയിം ആൻഡ് പൊസിഷൻ ഓഫ് ഓവറി ഓഫ് ഈച്ച് ഫ്ലവർ. ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ്. ശ്രദ്ധിച്ച്, ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ വേറൊരു വിഭാഗം പിക്ചർ ആണ്. ശ്രദ്ധിക്കട്ടാ, ഇത് കുറച്ചുകൂടി സിമ്പിൾ പിക്ചർ മിസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഓവറി. ഓവർ നിങ്ങൾക്ക് അറിയാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഓവറി, ഫ്ലവേഴ്സിന്റെ. ഓക്കെ, ഈ ഓവറിന്റെ പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തൊക്കെ വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാളും ഒരുപാട് ക്ലാസിഫിക്കേഷൻ, മോഡിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. മോഡിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഡിലീറ്റഡ് ആണ്. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആയിരുന്നു. മിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മിസ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. കാരണം കുറെ പഠിക്കാനുണ്ട്, കുറെ എക്സാമ്പിളും പഠിക്കാനുണ്ട്. ഈ നമ്മൾ ഈ റൂട്ട് ലീഫൊക്കെ പഠിക്കുന്നില്ലേ, ഇതിന്റെ മോഡിഫിക്കേഷൻ പഠിക്കണം. അപ്പൊ ഇതിന്റെ ഇരട്ടി പഠിക്കാനുണ്ട്. കുറെ ഫാമിലി ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറെ ഡിലീറ്റ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻസ് കംപ്ലീറ്റ് എടുത്ത് മാറ്റി. സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ ഉണ്ട്, ലീഫിന് മോഡിഫിക്കേഷൻ ഉണ്ട്, റൂട്ടിന് മോഡിഫിക്കേഷൻ ഉണ്ട്. ഈ പഠിക്കുന്ന ഇരട്ടി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫാമിലി കളഞ്ഞു, ഒറ്റ ഫാമിലി ആക്കി. സിമ്പിൾ ചാപ്റ്റർ ആക്കി ഇപ്പൊ. പക്ഷെ വെയിറ്റ് ചെയ്ത് അത്ര തന്നെ ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. നോക്കിയടാ, ഓവറിയുടെ പൊസിഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ മിസ് വരയ്ക്കുന്നില്ല, കുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വരച്ച ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പിക്ചർ നോക്കിയാലൊന്നും കൂടി. ഇവിടെ ഓവറി ആണ്, അതായത് ഗൈനീഷ്യം അല്ലെങ്കിൽ ഓവറി. ഇവരാണ് സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും സെപ്പലുകളായിക്കോട്ടെ, പെറ്റലുകളായിക്കോട്ടെ, സെപ്പലുകളായിക്കോട്ടെ, പെറ്റലുകളായിക്കോട്ടെ, ഇനി ആൻഡ്രീഷ്യം ആയിക്കോട്ടെ, ആരായാലും നമ്മുടെ ആരുടെ താഴെയാണുള്ളത്? നമ്മുടെ ഓവറി അല്ലെങ്കിൽ ഗൈനീഷ്യത്തിന്റെ താഴെയാണുള്ളത്. ഈ ഒരു കണ്ടീഷൻ, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പോഗൈനസ്. ഹൈപ്പ് എന്ന് പറഞ്ഞ മേലെ, അപ്പൊ ഗൈനസ് എന്ന് പറഞ്ഞ ഗൈനീഷ്യം. ഫസ്റ്റ് കണ്ടീഷൻ ആണ് സുപ്പീരിയർ ഓവറി അല്ലെങ്കിൽ ഓവറി ഈസ് സുപ്പീരിയർ. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി മക്കളെ, അടിയിലും അല്ല മേലെയല്ല, ഒരു ഹാഫ് ആയിട്ട് നിൽക്കും. നോക്കി, ഹാഫ് ഇൻഫീരിയർ. ഇത് ഓവറി ആണെങ്കിൽ ഓവറിയുടെ നടുക്കുന്നാണ്. റിം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റിം ടെക്സ്റ്റ് ബുക്കിൽ റിം എന്നാണ് കൊടുത്തിട്ടുള്ളത്. റിം എന്ന് പറഞ്ഞാൽ അരുക് അല്ലെങ്കിൽ അറ്റം. നോക്കിയടാ, ഇതാണ് ഇവരുടെ തലാമസ്. തലാമസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വെള്ളൻ എൻഡ്, അതായത് ഒരു വീർമതുള്ള ഭാഗത്തിനാണ് നമ്മൾ തലാമസ് എന്ന് പറയാം. ഈ തലാമസിന്റെ റിം അറ്റത്ത് നിന്നാണ് പെറ്റലും സെപ്പലും ആൻഡ്രീഷ്യം ഒക്കെ വരുന്നത്. ഈ ഒരു ടൈപ്പ് അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് എപ്പിഗൈനസ്. എന്താ പറയാ? എപ്പിഗൈനസ്, അതായത് ഹാഫ് ഇൻഫീരിയർ ഓവറി. സോറി മക്കളെ, പെരിഗൈനസ് കേട്ടോ. ഓവറി ഹാഫ് ഇൻഫീരിയർ എവിടെയാണ്? പെരിഗൈനസ് ഓവറി ഹാഫ് ഇൻഫീരിയറിലായിരിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിയേ, നമ്മൾ ഈ തലാമസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓവറിനെ കവർ ചെയ്തു. ഓവറി ഏറ്റവും താഴെ, മേലോട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്? പെറ്റല്, സെപ്പല്, ആൻഡ്രീഷ്യം. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? എപ്പിഗൈനസ്. ഓവറി ഈസ് ഇൻഫീരിയർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഓവറിയുടെ പൊസിഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്. ഇനി എന്താണ് പ്ലാസന്റേഷൻ? റൈറ്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ. നമ്മള് വീനിയേഷൻ പഠിച്ചു, ഫിലോടാക്സി പഠിച്ചു, ഇൻഫ്ലോറസെൻസ് പഠിച്ചു. പിന്നെ എന്തൊക്കെയാ പഠിച്ചേ? വേറെ ടേം പഠിച്ചോ? വല്ലതും? ഇത്രയും ടേംസ് പഠിച്ചിട്ടുള്ളൂ അല്ലെ? പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ആ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ടേം പഠിക്കാനുള്ളതാണ് പ്ലാസന്റേഷൻ. റൗണ്ട് ഇട്ടേക്കാം. പ്ലാസന്റേഷൻ. പ്ലാസെന്റ. എന്താ പ്ലാസെന്റ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഇസ് എ ക്യൂഷൻ ലൈക്ക് സ്ട്രക്ചർ. എവിടെയാണ്? ഓവറിയുടെ ഉള്ളില്
ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കുഷൻ പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലാസെന്റ എന്ന് പറയുന്നത്. ഇതിലുള്ള പ്ലാസന്റേഷൻ നോക്കിയേ, അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി. നമുക്ക് ഇതുവല്ലത് അറിയോ? നമ്മൾക്ക് ഓവറി ഉണ്ട്, ഓവ്യൂൾ ഉണ്ട്, അത്രല്ല ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി വലിയ കുട്ടികളായി, നമുക്ക് അതും കൂടി അറിയണം, കുറച്ച് ഡിഫറൻസ് ഒക്കെ അറിയണം. നോക്കിയടാ, എല്ലാ ഓവറിയുടെ ഉള്ളിലും ഒവ്യൂൾസിനെ ഒരേ രീതിയിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ് വിത്തിൻ ദ ഓവറി. ഓവറിയിലെ ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാസെന്റേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് ഓവറി ആണെന്ന് വിചാരിക്കാം. നമുക്ക് ആകെ അറിയുന്ന അറേഞ്ച്മെന്റ് എന്താ? നമ്മൾ വരയ്ക്കാൻ എളുപ്പത്തിൽ ഈ ഒരു അറേഞ്ച്മെന്റ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഒരു ഓവറുടെ ഉള്ളില് ഓവ്യൂൾസിനെ പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്ലാസെന്റേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? മാർജിനൽ പ്ലാസെന്റേഷൻ. മിസ് പിക്ചർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ, നോക്കി, ഇതാണ് മാർജിനൽ പ്ലാസെന്റേഷൻ. നമ്മുടെ പയറില്, നിങ്ങള് വീട്ടിൽ അച്ചിങ്ങ പയർ വിളിക്കുന്നവരാണെങ്കിൽ അമ്മ അരിയാണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈ വിളിക്കാനായിട്ട് തരും. ചിലത് നമുക്ക് സിമ്പിൾ ആയിട്ട് വിളിച്ചെടുക്കാൻ വേണ്ടി പറ്റും, ചിലത് വിളിക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിലത് നമുക്ക് ഒരു ഏനം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വലിക്ക് 2 കഷ്ണം കിട്ടും. ചിലത് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് നഖം വേറെ എടുക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ചിലപ്പോ ആ സൈഡിലായിരിക്കും ആരുണ്ടാവാ? ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ട്. ഇനി ഒവ്യൂൾസ് ആണ് നമ്മൾ കഴിക്കുന്ന പയറില്ലേ, അതെന്താണ്? ഒവ്യൂൾസ് ആണ്. ഓക്കെ, നോക്കിയടാ, ആ പയറിന്റെ അറ്റം, റിഡ്ജ്, എന്താ പറയാ? റിഡ്ജ് അല്ലെങ്കിൽ മാർജിൻ. ഒവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു ദ മാർജിൻ. നമുക്ക് ആ ഭാഗം പൊളിക്കുമ്പോൾ കൈ വേദന എടുക്കുന്നുണ്ട്, പൊളിഞ്ഞ് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ മാർജിനിലാണ് എന്തുണ്ടാവാം? ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവാം. ഇനി നമുക്ക് പെട്ടെന്ന് പൊളിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ആ സൈഡിൽ ഒവ്യൂൾസ് ഇല്ല, ഓപ്പോസിറ്റ് സൈഡിലാണ് ഒവ്യൂൾസ് ഉള്ളത്. നോക്കിയടാ, മാർജിനില് ഇങ്ങനെ ഒവ്യൂൾസിന് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? മാർജിനൽ പ്ലാസെന്റേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ കാണാപ്പാടം പഠിക്കുന്നു. എക്സാമ്പിൾ എന്താണ്? പി. എക്സാമ്പിൾ എന്താണ് മക്കളെ? എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. എക്സാമ്പിൾ എന്താണ്? പി. ഓക്കെ, നോക്കിയേ, സെന്റൻസ് നോക്കിയേ. പ്ലാസെന്റ, നോക്കിയേ, പ്ലാസെന്റ ഫോംസ് എ റിഡ്ജ്. എന്താണ്? പ്ലാസെന്റ ഫോംസ് എ റിഡ്ജ്. റിഡ്ജ് എന്ന് പറഞ്ഞാൽ അരിക്. പ്ലാസെന്റ ഫോംസ് എ, നോക്കിയടാ, പ്ലാസെന്റ ഫോംസ് എ റിഡ്ജ് along the ventral structure of the ovary. ഓവറിയില് ഒരു റിഡ്ജ് ഫോം ചെയ്യും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് പറഞ്ഞാൽ മതി? ഒവ്യൂൾസ് ആർ അറേഞ്ച് ഇൻ ദ മാർജിനൽ പൊസിഷൻ. ഓക്കെ, എക്സാമ്പിൾ പി. ഇനി നെക്സ്റ്റ്, കുറെ കളറായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാണുമ്പോ തലവേദന എടുക്കും. ഓക്കെ, ബ്ലൂ വെച്ച് അണ്ടർലൈൻ ചെയ്ത് തരാം. നോക്കിയേ, നെക്സ്റ്റ് ആക്സിയൽ. എന്താ മക്കളെ? ആക്സിയൽ. ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമുക്ക് ഡെഫിനിഷൻ വായിക്കാം. പ്ലാസെന്റ ഈസ് ആക്സിയൽ. ഇത് സിമ്പിൾ ആടാ. പേരിൽ തന്നെ അവരുടെ ഫസ്റ്റ് പോയിന്റ്. മാർജിൻ വന്നു കഴിഞ്ഞാൽ പ്ലാസെന്റ ഈസ് മാർജിനൽ. ഒവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു മാർജിനൽ പ്ലാസെന്റ. അങ്ങനെ എഴുതിയാലും മതി നിങ്ങൾക്ക്. ആക്സിയൽ വന്ന ഫസ്റ്റ് പോയിന്റ് എന്താ എഴുതാം? നോക്കിയേ, പ്ലാസെന്റ ഈസ് ആക്സിയൽ. Okay, ovules are attached to it in the multilocular ovary. എന്താണ് ഈ multilocular എന്ന് പറഞ്ഞാൽ? ലോക്യൂൾ എന്ന് പറഞ്ഞാൽ അറ എന്ന അർത്ഥം. മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. ഇവിടെ എത്രയുണ്ട് നോക്കിയേ? ഇതാണ് ഒരു ലോക്യൂൾ. ഇത് അടുത്ത ലോക്യൂൾ, അടുത്ത ലോക്യൂൾ. ഇവിടെ എത്ര ലോക്യൂൾ ഉണ്ട്? 3 ലോക്യൂൾ ഉണ്ട്. എത്ര ലോക്യൂൾ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഒരെണ്ണാണെങ്കിൽ നമ്മൾ യൂണിലോക്യുലാർ എന്ന് പറയും, ഒന്നിൽ കൂടുതലാണെങ്കിൽ മൾട്ടി ലോക്യുലാർ എന്ന് പറയും. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് സെപ്റ്റ. എന്താ മക്കളെ പറയാ? സെപ്റ്റ. എന്താ മക്കളെ പറയാ? സെപ്റ്റ. ഓക്കെ, സെപ്റ്റ പ്രസന്റ് ആണ്, മൾട്ടി ലോക്യുലാർ ആണ്, ആക്സിയൽ എന്ന് പറഞ്ഞ നടുക്ക്. ഓക്കെ, ഈ റൗണ്ടിൽ കാണുന്നതാണ് പ്ലാസെന്റ കേട്ടാ. പ്ലാസെന്റ. ഓക്കെ, അതാണ് പ്ലാസെന്റ. ഓക്കെ, സോറി, അതാണ് ഒവ്യൂൾസ്. ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പ്ലാസെന്റയിലാണ്. സെന്ററിൽ പ്ലാസെന്റ ഉണ്ടാകും, പ്ലാസെന്റയിലായിരിക്കും എന്താ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ റൗണ്ട് പോലെ കാണുന്നില്ലേ? അതാണ് എന്ത്? ഒവ്യൂൾസ്. ഇവിടെ ആയാലും ഈ റൗണ്ട് പോലെ കാണുന്നില്ലേ? അതാണ് എന്ത് മക്കളെ? ഒവ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ചൈന റോസ്, അതായത് ചെമ്പരത്തി, ടൊമാറ്റോ,
അത് പറഞ്ഞപ്പോഴാണ് ടൊമാറ്റോ. എന്റെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തക്കാളി മുറിക്കുമ്പോ, നാരങ്ങ ലെമൺ മുറിക്കുമ്പോ കണ്ടിട്ടുണ്ടോ? കുരുവൊക്കെ എവിടെയാ ഉണ്ടാവുക? സെന്ററില്. തക്കാളി ആണെങ്കിലും കുരു എവിടെയാ ഉണ്ടാവുക? സെന്ററിൽ. നാരങ്ങയാണ് കറക്റ്റ് പറയാൻ പറ്റിയ എക്സാമ്പിൾ. കറക്റ്റ് നമുക്ക് ഈ സെപ്റ്റ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഉണ്ടാവും നാരങ്ങ മുറിച്ചാൽ, നടുക്ക് കുരു ഇരിക്കുന്നുണ്ടാകും. ഇങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? സെപ്റ്റ കാണാൻ വേണ്ടി പറ്റും. ഇനി വീട്ടില് നാരങ്ങ അല്ലെങ്കിൽ തക്കാളി മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മനോട് പറഞ്ഞു കൊടുക്കണം അവിടെ എന്ത് പ്ലാസന്റേഷൻ ആണ്? ആക്സിയൽ പ്ലാസന്റേഷൻ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ മക്കളെ? ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഫ്രീ സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നോക്കിയേ, നമ്മള് ആക്സിയൽ പഠിച്ചപ്പോ അവിടെ എന്തുണ്ടായിരുന്നു? സെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോറി, ആക്സിയൽ പഠിച്ചപ്പോ അവിടെ സെപ്റ്റ് ഉണ്ടായിരുന്നു. സെപ്റ്റ ആബ്സെന്റ് ആയിട്ടുള്ളതാണ് എന്ത്? ഫ്രീ സെൻട്രൽ എന്ന് പറയുന്നത്. ഇവര് സെന്ററിൽ ഫ്രീ ആയിരിക്കും. ഇവർക്ക് എന്തുണ്ടാവില്ല? ഇങ്ങനത്തെ സെപ്റ്റ ആബ്സെന്റ് ആയിരിക്കും. എന്ത് ആബ്സെന്റ് ആയിരിക്കും? സെപ്റ്റ ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ എന്താ മക്കളെ? സെപ്റ്റ ആബ്സെന്റ് ആണ്. സെപ്റ്റ ഉള്ളവരെ നമ്മൾ ആക്സിയൽ എന്ന് വിളിക്കും. സെപ്റ്റ ഇല്ലാത്തവരെ നമ്മൾ ഫ്രീ സെൻട്രൽ എന്ന് വിളിക്കും. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നാരങ്ങ ആക്സിയൽ എക്സാമ്പിൾ ആണെങ്കിൽ ഫ്രീ സെൻട്രൽ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഫ്രീ സെൻട്രൽ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റാർഡും, നമുക്ക് എന്തൊക്കെയാണ്? മസ്റ്റാർഡും അതേപോലെ തന്നെ ആർഗിമോൺ. എന്താണ്? ആർഗിമോൺ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്ത് പഠിച്ചോ, പഠിക്കണം. ആർഗിമോൺ ചോദിക്കാറുണ്ട്, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. നോക്കിയടാ, ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. നോക്കിയാ, ഫ്രീ സെന്ററിന്റെ എക്സാമ്പിൾ അറിയാം, ചോദിക്കാറുണ്ട്. ഫ്രീ സെന്ററിന്റെ എക്സാമ്പിൾ കേട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയടാ, ഫ്രീ സെൻട്രൽ. നോക്കിയേ, എന്തൊക്കെയാണ്? ഡയാന്തസും അതേപോലെ തന്നെ പ്രിംറോസും. ഫ്രീ സെൻട്രൽ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡയാന്തസും അതേപോലെ തന്നെ പ്രിംറോസും. മറക്കരുത് കേട്ടോ. പ്രിംറോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡയാന്തസും പ്രിംറോസും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ബേസൽ പ്ലാസന്റേഷൻ. എന്താണ് ബേസൽ പ്ലാസന്റേഷൻ? എളുപ്പമാണ്. ബേസൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഓവ്യൂളേ ഉണ്ടാവുള്ളൂ. എവിടെയാണ്? ഏറ്റവും ബേസ് പൊസിഷനിലായിരിക്കും കാണാൻ. നോക്കി, ഇമ്പോർട്ടന്റ് ആട്ടോ. ഡെവലപ്സ് അറ്റ് ബേസ്, അതേപോലെ തന്നെ സിംഗിൾ ഓവ്യൂളേ ഉണ്ടാവുള്ളൂ. നമ്മള് ആക്സിയലിലും അതേപോലെ തന്നെ ഫ്രീ സെൻട്രലിലും കണ്ട പോലെ കുറേ ഒന്നും ഉണ്ടാവില്ല. എന്തേ ഉണ്ടാവുള്ളൂ? ഒരൊറ്റ ഓവ്യൂള് എവിടെ കാണും? ബേസിൽ കാണും. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നേ പഠിക്കാനുള്ളൂ, സൺഫ്ലവർ, മാരിഗോൾഡും. ഇതെങ്ങനെ നിങ്ങൾ കോഡ് പഠിക്കാന്ന് അറിയും? ഇതിന് കുറെ കോഡ് ഉണ്ട്. കുറെ കോഡ് പറഞ്ഞാൽ നിങ്ങൾ ആ കോഡ് ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടും. സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കുന്നത് എളുപ്പം. ബേസിലിന്റെ മിസ് പറഞ്ഞുതരാം. ബേസിൽ, മാരി, സൺഫ്ലവർ. ബേസിൽ, മാരിഗോൾഡ്, സൺഫ്ലവർ. അങ്ങനെ പഠിച്ചാൽ ബേസിൽ, മാരി, സൺഫ്ലവർ. ഓക്കെ, കോഡ് ഉണ്ടാക്കി പഠിക്കാണ് കുറച്ചുകൂടി ബെറ്റർ. സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ആലോചിക്കാനായിട്ട് ഒരാൾ സഹായം വേണ്ട. മിസ്സിന്റേതായ കോഡുകളുണ്ട്. മിസ് കോഡ് പറഞ്ഞു തരാണെങ്കിൽ എന്താണ്? അത് വലിയ കോഡുകളായിരിക്കും. അപ്പൊ നിങ്ങൾ ആ കോഡ് ഇരുന്ന് പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണം. അപ്പൊ എന്താ ചെയ്യുക? സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. ഇതിനകത്ത് കുറെ എക്സാമ്പിൾ പഠിക്കാനുള്ളതുകൊണ്ട് കോഡ് ഇട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇനി ഒരെണ്ണം മിസ് ഇവിടെ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, പാരേറ്റൽ. ഒന്ന് വേണ്ട മക്കളെ, നോക്കിയേ, ഓവറിയുടെ പെരിഫറൽ പൊസിഷൻ. നോക്കിയേ, ഈ അറ്റത്ത് നിന്ന് ഓവ്യൂൾസ് വരുന്ന കണ്ടീഷനെയാണെന്ന് പറയാ പാരേറ്റൽ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? മസ്റ്റാർഡും ആർഗിമോണും. എന്തൊക്കെയാണ്? മസ്റ്റാർഡും ആർഗിമോണും. അത് മിസ് അവിടെ കൊടുക്കാൻ വിട്ടിട്ടുണ്ട്. എക്സാമ്പിൾ പഠിക്കുക എന്തൊക്കെയാണ്? മസ്റ്റാർഡും ആർഗിമോണും. നെക്സ്റ്റ്, ഇത് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ക്യാപ്പ് എന്നാണ്. നിങ്ങൾക്കറിയാം, ഈ പിക്ചർ ചാപ്റ്റർ തുടങ്ങുന്നതിന് ഫസ്റ്റ് ഉള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇവിടെ എത്ര ഇതുണ്ട്? നമുക്ക് അടിയും തുടങ്ങാം അല്ലെ? 1. ഇതേ സെയിം സാധനം നിങ്ങൾ ഏത് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്? പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പഠിക്കുന്നുണ്ട്. ഇതേ സെയിം ഡെഫിനിഷൻ, ഇതേ സെയിം റീജിയൻസ്. ഫസ്റ്റ് റീജിയൻ എന്താണ്? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആക്റ്റീവ്ലി ഡിവൈഡിങ് സെല്ലുകളാണ്. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെല്ല് കാണുന്ന ഏരിയ ആണ് എന്ത്? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക്. ഇനി അതിന്റെ മേലെ കുറച്ച് വലിയ വലിയ സെല്ലുകൾ കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ പിക്ചറിൽ വരച്ച് കൊളാക്കുന്നില്ല, ഇപ്പുറത്ത് വരച്ച ആൻസർ നോക്കിയടാ. കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ കാണുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇനി താഴെ കുഞ്ഞു കുഞ്ഞു ആക്റ്റീവ്ലി ഡിവൈഡിങ് സെല്ലുകളെ കാണുന്നതിന് വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക്. കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ കാണുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അതിന് ഏറ്റവും മേലെ നോക്കിയേ,
ഏറ്റവും മേലെ കാണുന്ന റീജിയൻ ആണ് എന്ത്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഈ റീജിയന് പ്രത്യേകതയുണ്ട്. റൂട്ട് ഹെയർസ് ആർ ഫൗണ്ട് ഇൻ വിച്ച് റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരേണ്ടത്? റൂട്ട് ഹെയർസ് ആർ ഫൗണ്ട് ഇൻ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പിക്ചർ അന്ന് ലേബൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യണം. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ക്യാപ്പ്? ചില കുട്ടികള് ഈ പിക്ചറിൽ ദീഭാഗം അടയാളപ്പെടുത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ എഴുതിയേക്കും എന്ത്? റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക്. ആ റീജിയൻ എന്താണ്? റൂട്ട് ക്യാപ്പ് ആണ്. ഈ റൂട്ട് ക്യാപ്പിന്റെ ജോലി എന്താ? അതായത് നമ്മള് സവാളൊക്കെ അരിയുന്ന സമയത്ത് വീട്ടിലെ അമ്മമാര് ഫിംഗർ ടിപ്പ് ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങള് പ്ലസ് ടുവിലൊക്കെ ആവുമ്പോൾ നിങ്ങള് ലാബിന് കയറുമ്പോൾ ബോട്ടിൽ സെക്ഷൻ എടുക്കണം. സെക്ഷൻ എടുക്കുമ്പോൾ ചിലവർക്ക് ബ്ലേഡൊക്കെ പിടിക്കാൻ പേടിയാവും. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫിംഗർ ക്യാപ്പ് ഇടും. അപ്പൊ നമ്മുടെ എന്താണ്? കൈയൊന്നും മുറിയില്ല. അതേപോലെ തന്നെ എന്താണ്? നമ്മൾ ടിപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫിംഗർ ക്യാപ്പ് ഇടുന്നത്. അതേപോലെ നമ്മുടെ റൂട്ടിന്റെ ടിപ്പ് ഭയങ്കര സോഫ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ളത്? കാരണം റൂട്ടിന്റെ ടിപ്പിൽ ആരെയാ കാണാൻ? ആക്റ്റീവ്ലി ഡിവൈഡിങ് മെരിസ്റ്റമാറ്റിക് സെല്ലുകളാണ്. മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞു സെല്ലുകളാണ്. അവർ ഭയങ്കര ഡിവൈഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ റൂട്ടിന്റെ ടിപ്പ് എന്ന് പറഞ്ഞാല് ഭയങ്കര സോഫ്റ്റ് ആണ്. പക്ഷെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടിപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? മണ്ണിന്റെ ഉള്ളിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകേണ്ടത്. സോഫ്റ്റും ആണ്, പെനട്രേറ്റ് ചെയ്യാൻ വേണം. അപ്പൊ എന്ത് പറ്റും? ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾക്ക് ഡാമേജ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ മെരിസ്റ്റമാറ്റിക് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റൂട്ടിൽ കവർ പോലെ എന്തുള്ളത്? റൂട്ട് ക്യാപ്പ് പ്രസന്റ് ആയിട്ടുള്ളത്. നോക്കിയടാ, protects the tender apex of the root as it makes way through the soil. സോയിലിനുള്ളിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ടെൻഡർ അപ്പെക്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? റൂട്ട് ക്യാപ്പ് പ്രസന്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ ഇത് എവിടെയാണ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നാണ് മക്കളെ പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ എന്താ പാർത്തനോകാർപ്പിയുടെ? സാധാരണ എങ്ങനെയാണ് ഫ്രൂട്ട്സ് ഉണ്ടാവാം? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ovule will converted into fruit. Ovary will converted into fruit and ovule will converted into seed. ഇങ്ങനെയാണ് സാധാരണ കേസ് നടക്കുന്നത്. പക്ഷെ പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താ? പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാല് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ തന്നെ ഓവറി ആരായിട്ട് കൺവേർട്ട് ചെയ്യും? ഫ്രൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ എന്താ മക്കളെ? ബനാന. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ബനാന. വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഓവറി ഈസ് കൺവേർട്ടഡ് ടു ഫ്രൂട്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന ഫ്രൂട്ടുകളെയാണ് നമ്മൾ എന്ത് പറയാ? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എക്സാമ്പിൾ ബനാന. ഇനി നെക്സ്റ്റ്, നമ്മള് ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, ഫിലോടാക്സ്. ഫിലോടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മയുണ്ടോ? ആദ്യം ഓർത്ത് നോക്കിയേ. അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം. സ്റ്റെമ്മില് ലീഫിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് ഫിലോടാക്സ് എന്ന് പറയുന്നത്. മിസ് നേരത്തെ അവിടെ പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മിസ് വരയ്ക്കാം. 3 എണ്ണം ഉണ്ട്. നോഡ് എന്താന്ന് മിസ് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. നോക്കിയേ, കഴിയും. നോക്കിയടാ, ശ്രദ്ധിക്കും. നോക്കിയേ, ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. വായിച്ചേ, സിംഗിൾ ലീഫ് അറൈസ് ഈച്ച് നോഡ്. ഒരു നോഡില് സിംഗിൾ ലീഫ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മാനർ. എന്താണ് ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ? ഒന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്തത്. അതിനെയാണ് എന്ത് പറയാ? ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒന്നെങ്കിൽ ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വൺ ലീഫ് ഫ്രം വൺ നോട്ട്, അല്ലെങ്കിൽ ഈ സിംഗിൾ ലീഫ് ഇൻ എ സിംഗിൾ നോട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഓൾട്ടർനേറ്റ് എക്സാമ്പിൾ ആണ്. രണ്ടാമത് നോക്കിയ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു നോഡിൽ നിന്ന് എത്ര ലീഫ് വന്നിട്ടുണ്ട്? 2 ലീഫ് വന്നിട്ടുണ്ട്. എ പെയർ ഓഫ് ലീഫ് അറൈസ് അറ്റ് ഈച്ച് നോഡ് ലൈ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഇനി ഒരു നോഡിൽ നിന്ന് 2-ലധികം ലീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വോൾഡ് ഫിലോടാക്സി. മോർ ദാൻ 2 leaves അറൈസ് അറ്റ് ഈച്ച് നോഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? വോൾഡ് ഫിലോടാക്സി. ഓക്കെ, ഫിലോടാക്സി ഉണ്ട്. ഫിലോടാക്സ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം. 3 ക്ലാസിഫൈ ചെയ്യാം: ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വോൾഡ്. ഇനി the outer layer
of seed coat is called. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ +2 ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ ഇത് നമുക്ക് +1 പഠിക്കാനാണ്. എങ്ങനെയാ നമുക്ക് ഇത് ഓർക്കാം? ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെന്റ്. മിസ് ഇപ്പൊ ഇവിടെ ഔട്ടർ ആണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഒരു സീഡ് കോട്ടിന് ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട്. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യൻ. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ. ഇനി ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ടെഗ്മെന്റ്. ഇത് ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെന്റ്, അങ്ങനെ പഠിച്ചാൽ മതി. ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെന്റ്. ഇനി വാട്ട് ഈസ് എസ്റ്റിവേഷൻ? എസ്റ്റിവേഷൻ നമ്മുടെ അടുത്ത വേർഡ് ആണല്ലേ. എസ്റ്റിവേഷൻ എന്താണ് എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ? ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഒന്നെങ്കിൽ സെപ്പൽ അല്ലെങ്കിൽ പെറ്റൽ ഓൺ ദ ഫ്ലോറൽ ബഡ്. അതായത് പൂവിന്റെ ഇതളിനെയാണ് പെറ്റൽ എന്ന് പറയാ. അതിന്റെ അവിടെ ഒരു ഗ്രീൻ കളർ സാധനം ഉണ്ടാവും, അതിനാണ് സെപ്പൽ എന്ന് പറയാം. ഈ സെപ്പലിന്റെയും പെറ്റലിന്റെയും അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എസ്റ്റിവേഷൻ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽ ഓർ പെറ്റൽ. ഓക്കെ, നമുക്ക് 4 എസ്റ്റിവേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വാക്സിലറി. ഇമ്പോർട്ടന്റ് ആണ്. മിസ് ഒരു പിക്ചർ വെച്ച് പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേടാ, ഇത് ക്ലിയർ ആണോ? പിക്ചർ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ്. നോക്കിയേടാ, ശ്രദ്ധിച്ചേ. ഇവിടെ ഫസ്റ്റ് പിക്ചർ നോക്കിയേ. ഇവിടെ യാതൊരു തരത്തിലുള്ള ഓവർലാപ്പ് ഒന്നും കാണുന്നില്ല. സെപ്പൽസ് ജസ്റ്റ് ഒന്നിനെ ടച്ച് ചെയ്തിരിക്കുന്നുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഓവർലാപ്പിംഗ് കാണുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയത് വരയ്ക്കുകയാണെങ്കിൽ ദേ അരയും തൊടാണ്ട് ഒരു ഓവർലാപ്പിംഗും ഇല്ലാതെ ഇരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? വാൽവേറ്റ് എസ്റ്റിവേഷൻ. എന്താ പറയാ? വാൽവേറ്റ് എസ്റ്റിവേഷൻ. ഈ രണ്ടാമത്തെ ആണെങ്കിൽ നോക്കിയേ, മിസ് വരച്ച് ചെയ്യുന്നത് കൺഫ്യൂഷൻ ആവും. ഇത് നോക്കിയാൽ മതി കേട്ടാ. രണ്ടാമത്തെ എങ്ങനെയാ നോക്കിയേ? രണ്ടാമത്തെ നോക്കിയേ, ഇവര് ഓവർലാപ്ഡ് ആണ്, പക്ഷെ ഇൻ എ പർട്ടിക്കുലർ മാനർ. അതായത് നോക്കിയടാ, ഇവിടെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് നോക്കിയേ, പുറത്തേക്ക് പുറത്തേക്ക് നോക്കിയേ, എല്ലാരും പുറത്തുനിന്നാണ് വന്നേക്കുന്നത്. നോക്കിയടാ, ശ്രദ്ധിച്ചേ, സിമ്പിൾ ആണ്. നോക്കിയേ, മിസ് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടോ നിങ്ങളെ? നോക്കിയടാ, രണ്ടാമത്തെ നോക്കിയേ, മക്കളെ. രണ്ടാമത്തത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ഓർഡറിൽ ഓവർലാപ്പ് ചെയ്യും. നോക്കിയാൽ പുറത്തോട്ടാണ്, ഇതും പുറത്തോട്ട്, ഇതും പുറത്തോട്ട്, പുറത്തോട്ട് പുറത്തോട്ട്, കറക്റ്റ് ഓർഡറിൽ ട്വിസ്റ്റ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് ഒറ്റ ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്യുന്നവരെ ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ എന്ന് വിളിക്കും. അപ്പൊ എന്താ ഇംബ്രിക്കേറ്റിന്റെ പ്രത്യേകത? ഇതൊരു ഓർഡർ ഇല്ല, ഇത് മൊത്തം ഉള്ളിലാണ്. ഇനി ഇത് മൊത്തം പുറത്ത്, ഇത് കുറച്ചുള്ളില് കുറച്ച് പുറത്ത്, ഇതുള്ളില് പുറത്ത്, ഇതുള്ളില് പുറത്ത്, ഇങ്ങനെ ഒരു ഓർഡറും ഒരു ഡയറക്ഷനും ഇല്ലാതെ ഓവർലാപ്പ് ചെയ്യുന്നതിനാണ് ഇത് പറയാ ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് വെക്സിലറി എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാല്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കിയേടാ, ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 എണ്ണം. നമ്മുടെ ശംഖുപുഷ്പം കണ്ടിട്ടില്ലേ? ശംഖുപുഷ്പമാണ് ഇതിന് എക്സാമ്പിൾ കേട്ടാ. 2 പെറ്റൽ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും. ഇതിന്റെ നടുക്ക് കാണുന്ന 2 എണ്ണത്തിന് നമ്മൾ വിങ് പെറ്റൽ എന്ന് പറയും. ഇതിന്റെ ഉള്ളിലോട്ട് കാണുന്ന 2 ചെറിയ പെറ്റൽ നമ്മൾ നീൽ പെറ്റൽ എന്ന് പറയും. ഇങ്ങനത്തെ എസ്റ്റിവേഷന് പറയുന്ന പേരാണ് വെക്സിലറി എസ്റ്റിവേഷൻ. എന്താ മക്കളെ പറയാ? വെക്സിലറി എസ്റ്റിവേഷൻ. ഓക്കെ, ഇതോടെ നമ്മുടെ ചാപ്റ്റർ കഴിയാണ്. മിസ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വയ്ക്കും. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, വേറെ ഇൻഡയറക്റ്റ് ഒന്നും വരാനില്ല. ബൈഹാർട്ട് പഠിച്ച് എഴുതേണ്ട ചാപ്റ്റർ ആണ്. കാരണം കുറെ എക്സാമ്പിൾസ് വരുന്നുണ്ട്, കുറെ പുതിയ ടേംസ് ഉണ്ട്, കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ എന്താണ് ഒരു പ്രത്യേകത? ഭയങ്കര വലിയ ഡെഫിനിഷൻ ഒന്നും പഠിക്കാനില്ല. ഫിലോടാക്സി, വീനിയേഷൻ, ഫ്ലോറസെൻസ്, അങ്ങനെ ചെറിയ ചെറിയ ഡെഫിനിഷൻസേ പഠിക്കാനുള്ളൂ. കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. ഓക്കെ, എന്റെ മക്കൾക്ക് അപ്പോ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.